ഹലോ കൂട്ടുകാരെ, ഇന്നൊരു ഉച്ചയൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉച്ചയൂണാണ് തയ്യാറാക്കുന്നത്. നമുക്ക് ചീര കിട്ടിയിട്ടുണ്ട്. കുറേ ദിവസമായി നമുക്ക് ചക്കയുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ചക്കക്കുരു ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ചക്കക്കുരുവും ചീരയും കൂടെ തോരൻ വയ്ക്കാമെന്ന് കരുതി ചീരയൊക്കെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചക്കക്കുരുവും അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ചീരയുടെ തണ്ട് ഞാൻ സെപ്പറേറ്റാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. തണ്ടിന് വേവ് കൂടുതലാണ്, ഇലയ്ക്ക് വേവ് കുറവാണല്ലോ. അതുകൊണ്ട് തന്നെ ചക്കക്കുരു ആദ്യമേ വെച്ച് വേവിച്ച് പകുതി വെന്തപ്പോഴത്തേക്ക് അതിലേക്ക് ചീരയുടെ തണ്ടോട് ഇട്ട് കൊടുത്തു. ഇനി തണ്ട് ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് ഞാനതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചീരയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വേവുന്ന സമയം കൊണ്ട് ചീരയ്ക്കുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. തേങ്ങ, ഒരല്ലി വെളുത്തുള്ളി, ഇത്തിരി കാന്താരി മുളക്, മഞ്ഞൾപ്പൊടി, കാന്താരി ഇല്ലെങ്കിൽ സാധാ പച്ചമുളക് അരച്ചാലും മതി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ജീരകം, കൂടുതൽ ജീരകം അരച്ചിട്ടില്ല, ഒരു നുള്ളു ജീരകം കൂടെ മിക്സിയിലൊന്ന് ഒതുക്കിയെടുത്തതാണ്. അത് വെന്ത നമ്മുടെ ചീരക്കൂട്ടിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി തോർത്തിയെടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ സ്വാദിഷ്ടമായ ചക്കക്കുരു ചീര തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇത്തിരി വറവോട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡിയാണ്. സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്കക്കുരു ചീരത്തോരൻ, വെറും ചീരത്തോരനല്ല, ചക്കക്കുരുവും ചീരയും കൂടെ തോരൻ വെച്ചതാണ്. അതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ചക്കക്കുരുവും ചീരയും കൂടെ തോരൻ വയ്ക്കുന്നത്. അതുപോലെ തന്നെ ചക്കക്കുരു മുരിങ്ങയ്ക്ക, ഈ തോരനൊക്കെ ഇവിടെ ഒരുപാട് ഇഷ്ടമാണ് എല്ലാവർക്കും. പിന്നെ ഇന്ന് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്കിന്ന് കിട്ടിയ മീനെന്ന് പറയുന്നത് അയല മീനാണ്. അപ്പോൾ എന്നും മുളകിട്ടാണല്ലോ വെക്കുന്നത്. ഇന്ന് അയല തേങ്ങ അരച്ച് കറി വയ്ക്കാമെന്ന് കരുതി അതിന് അയലയൊക്കെ വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ അരയ്ക്കാൻ വേണ്ടി തേങ്ങ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി മിക്സിയിൽ നന്നായി അരച്ചെടുത്തതാണ്. നമ്മൾ വെട്ടി വെച്ചിരുന്ന അയലയ്ക്ക് അരപ്പ് ചേർത്ത് കൊടുത്തു. അതിലേക്ക് പിന്നെ തക്കാളിയും പച്ചമുളകും ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളവും ചേർത്ത് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. കറി ഒന്ന് നന്നായി വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി സിമ്മിലാക്കി വെച്ച് നമുക്ക് ചെറുതീയിൽ എണ്ണ തെളിയുന്നത് വരെ ഒന്ന് നമ്മുടെ അയലക്കറി കുറുക്കിയെടുക്കാം. അയലയൊക്കെ ദാണ്ട ചെറുതീയിൽ എണ്ണയൊക്കെ തെളിയുന്നത് വരെ ഞാനൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കറിയൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഉപ്പും പുളിയെല്ലാം നോക്കി എല്ലാം ഉണ്ട്. ഇനി അതിലേക്ക് ഇത്തിരി വറവൂടി ഇട്ട് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ അയലക്കറിയുടെ റെഡിയാണ്. ഞാൻ ദാണ്ട വെളിച്ചെണ്ണയിൽ ഉള്ളിയും കടുകും കറിവേപ്പിലയൊക്കെ മൂപ്പിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ തേങ്ങ അരച്ച അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്, മീൻകറിയും റെഡിയായി. ഇനി ഒരു ഓംലെറ്റ് തയ്യാറാക്കാമെന്ന് കരുതി. എല്ലാവർക്കും അറിയാം, ഞാൻ 2 മുട്ടയാണ് എടുത്തത്. അതിലേക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇത്തിരി മസാല കപ്പലണ്ടി പൊടിച്ചതോടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ മുട്ട വറുത്തതിൻ്റെ സ്പെഷ്യൽ അതാണ് കേട്ടോ. കുറച്ച് മസാല കപ്പലണ്ടി ഇന്നലെ വാങ്ങിയതിരിപ്പുണ്ടായിരുന്നു. ഞാൻ ചോപ്പറിനകത്തിട്ട് അതും കൂടെ പൊടിച്ച് മുട്ടയിലേക്ക് ചേർത്തിട്ടുണ്ട്. ചോപ്പറിലിട്ട് മൊത്തം മുട്ടയും സവാളയും പച്ചമുളകും എല്ലാം കൂടെ ഒന്നിച്ച് ചോപ്പറിലിട്ട് അടിച്ചെടുത്തിട്ട് നമ്മൾ തവയിൽ ഒഴിച്ച് പൊരിച്ചെടുത്തതാണ് നമ്മുടെ ഓംലെറ്റ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇനി മുട്ട കിട്ടുമ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. മസാല കപ്പലണ്ടിയും കൂടെ ചേർത്ത് നല്ല ടേസ്റ്റുണ്ട്. പിന്നെ ഒരു സലാഡ് കൂടെ എടുത്തിട്ടുണ്ട്. ചൂടൊക്കെ അല്ലേ, അതുകൊണ്ട് ഇത്തിരി തൈര് കഴിക്കാമെന്ന് കരുതി ഇത്തിരി സലാഡ് കൂടെ എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സലാഡ് ഉണ്ടാക്കേണ്ട കഥയൊന്നും ആർക്കും പറഞ്ഞു തരണ്ടല്ലോ. തൈരിലേക്ക് സവാളയും തക്കാളിയും പച്ചമുളകും ഒരു നുള്ളി ഇഞ്ചിയും കൂടെ അരിഞ്ഞ് ചേർത്ത് എടുത്തതാണ് നമ്മുടെ സലാഡ്. കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, പിന്നെ മല്ലിയില ഉണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സലാഡ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് കേട്ടോ. ചീര ചക്കക്കുരു തോരൻ, അയല തേങ്ങ അരച്ച കറി വെച്ചത്, പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ സലാഡ് എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് അച്ചാറുമുണ്ട്. ഇത്രയൊക്കെ പോരെ നമ്മുടെ ഉച്ചയൂണിന്. അപ്പോൾ പാത്രത്തിലേക്ക് ആവശ്യമുള്ള ചോറ് വിളമ്പി, പിന്നെ അതിലേക്ക് നമ്മൾ ചീരത്തോരൻ വെച്ച് കൊടുത്തു. ചക്കക്കുരു ചീരത്തോരൻ എപ്പോഴും അതങ്ങ് മറന്നു പോകുന്നു കേട്ടോ. ചക്കക്കുരു ചീരത്തോരനും വിളമ്പി, പിന്നെ നമ്മൾ മീൻകറി വെച്ച് കൊടുത്തു, പിന്നെ സലാഡ് വെച്ച് കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ ഓംലെറ്റ്. ഒരിക്കലെങ്കിലും ഈ രീതിയിൽ ഒന്ന് ഓംലെറ്റ് തയ്യാറാക്കി നോക്കണേ, മസാല കപ്പലണ്ടിയും കൂടെ ചേർത്ത്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി അച്ചാറുണ്ടായിരുന്നു, അതും ഇത്തിരി വെച്ച് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റിയായ ഒരു ഉച്ചയൂണായിരുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വേറൊരു ദിവസം വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ടാറ്റാ.